കേരള സ്റ്റോറിയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ നഗരത്തിൻ്റെ ചരിത്രം തേടി, കാഴ്ചകൾ തേടി, ആളുകളെ തേടിയുള്ള യാത്ര തുടരുകയാണ് നമ്മൾ. തൃശ്ശൂർ നഗരത്തിലെ ഒരു ലാൻഡ്മാർക്ക് നിർമ്മിതിയുടെ അടുത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത്. തൃശ്ശൂരിലെ പുത്തൻ പള്ളിയിലേക്ക്. ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഡോളേഴ്സ് എന്നും അവർ ലേഡി ഓഫ് സോറോസ് എന്നും അറിയപ്പെടുന്ന ഒരു ദേവാലയത്തിൻ്റെ ഒരു മഹാനിർമ്മിതിയുടെ സമീപത്തേക്ക്. തൃശ്ശൂർ റൗണ്ടിനോട് ചേർന്ന് തന്നെയാണ് ഈ പള്ളി. ഗോഥിക് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച തൃശ്ശൂർ നഗരത്തിൻ്റെ മധ്യഭാഗത്തുള്ള അതിമനോഹരമായൊരു ദേവാലയം. അതിൻ്റെ പിന്നിൽ ആ ഉയർന്നു നിൽക്കുന്ന ബൈബിൾ ടവറാണ് ഈ പള്ളിയെ വ്യത്യസ്തമാക്കുന്നത്. തീർത്ഥാടകരുടെയും ടൂറിസ്റ്റുകളുടെയും ഒരു കേന്ദ്രമാക്കി അതിനെ മാറ്റുന്നത്. ആ പള്ളിയുടെ ആകാശത്തു നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. ബൃഹത്തായ ഒരു ദേവാലയം. തൃശ്ശൂർ നിവാസികളുടെ ഏറ്റവും പ്രമുഖമായൊരു ദേവാലയമാണ് ഈ പള്ളി. ഇത് ഒരു ബസിലിക്കയാണ്, മൈനർ ബസിലിക്ക, ഒരു തീർത്ഥാടന ദേവാലയം. ഞാൻ ആ പള്ളിയുടെ ഉള്ളിലേക്ക് നടന്നു. അവിടെ വിശ്വാസികളുണ്ട്. പള്ളിയിൽ എന്തോ ചടങ്ങിനെത്തിയവരാണ്. പള്ളിയുടെ പൂമുഖം അലങ്കരിച്ചിട്ടുമുണ്ട്. അതിമനോഹരമായ ആത്മീയ ചൈതന്യം തുളുമ്പുന്ന ഒരു ദേവാലയം. ഈ കാണുന്ന പഴയ കെട്ടിടം ആദ്യകാല പള്ളിമേടയും ഓഫീസും ഒക്കെയാണ്. അവിടെ വെച്ചാണ് ജോയിയെ പരിചയപ്പെടുന്നത്. ഇദ്ദേഹം പള്ളിയുടെ ഒരു ട്രസ്റ്റിയാണ്. അദ്ദേഹം മറ്റൊരു ജോയിയെ കൂടി വിളിച്ചു വരുത്തി. പള്ളിയുടെ ട്രസ്റ്റിമാരിൽ 3 ജോയിമാരുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പള്ളിയുടെ പിൻഭാഗത്താണ് ബൈബിൾ ടവർ എന്ന കൂറ്റൻ ഗോപുരം. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പള്ളി ഗോപുരമാണ് ഇവിടുത്തെ ബൈബിൾ ടവർ. അതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് പോകാം. മുകളിൽ കയറിയാൽ തൃശ്ശൂർ നഗരത്തിൻ്റെ മനോഹരമായൊരു കാഴ്ച കിട്ടും. അതിൻ്റെ മുകളിൽ കയറാനും ചിത്രീകരിക്കാനുമുള്ള അനുമതി ഞാൻ ട്രസ്റ്റിമാരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ട്രസ്റ്റിമാരിലെ ഒരു ജോയി എൻ്റെ കൂടെ ബൈബിൾ ടവറിൻ്റെ മുകളിലേക്ക് വരാനുള്ള ഉത്തരവാദിത്വം ഏറ്റു. പള്ളിയുടെ ആർക്കിടെക്ചർ അതിമനോഹരമാണ്. ബിഷപ്പ് ഫ്രാൻസിസ് വാഴപ്പള്ളിയുടെ ആശയത്തിലാണ് ഈ പള്ളി 1921 ഈ മട്ടി പണിയുന്നത്. പിന്നിലേക്ക് ചെല്ലുമ്പോൾ ആ ഗോപുരം ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്നത് കാണാം. ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൃശ്ശൂരിൽ വന്നപ്പോൾ നിന്ന് പ്രസംഗിച്ച സ്റ്റേജിൻ്റെ ഒരു റിപ്ലിക്കയാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഗോപുരത്തിലേക്ക് കയറുന്ന ഭാഗത്തേക്ക് നടന്നു. ഇവിടെ നിന്നാണ് ഗോപുരത്തിലേക്കുള്ള ലിഫ്റ്റ് പുറപ്പെടുന്നത്. 20 രൂപ ടിക്കറ്റ് എടുത്ത് വേണം മുകളിലേക്ക് കയറാൻ. ഇവിടെ ഒരാളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് യേശുദാസ് എന്നാണ്. യേശുദാസാണ് ഈ കാര്യങ്ങളുടെയൊക്കെ ചുമതല വഹിക്കുന്നത്. അദ്ദേഹം ലിഫ്റ്റ് തുറന്നു തന്നു. മുകളിൽ പോയി ചിത്രീകരിക്കാൻ ലിഫ്റ്റിനകത്തേക്ക് കയറി. ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും മുകളിലെ വ്യൂയിങ് പ്ലാറ്റ്ഫോമിലേക്ക് ചെന്നിറങ്ങിയിരിക്കുകയാണ്. വിവിധ കാലഘട്ടങ്ങളിലെ ബൈബിളുകളുടെ ഒരു മ്യൂസിയം കൂടിയാണ് ഈ മുകളിലത്തെ പ്ലാറ്റ്ഫോം. പള്ളിയുടെ മുൻഭാഗത്തു നിന്ന് തുടങ്ങി അങ്ങ് നീണ്ടു പരന്നു കിടക്കുന്ന തൃശ്ശൂർ നഗരം. തേക്കുംകാട് മൈതാനമാണിത്. അവിടെ വടക്കുനാഥൻ്റെ ക്ഷേത്രഗോപുരം കാണാം. ഏതാണ്ടൊരു വനസമാനമായി കിടക്കുന്ന തേക്കുംകാട്, അതിൻ്റെ പച്ചപ്പ്, ആ പച്ചപ്പിന് ചുറ്റുമായി പടർന്നു വളരുന്ന നഗരം. തേക്കുംകാട് നിന്ന് വെളിപ്പാട് അകലെയാണ് ഈ പുത്തൻപള്ളി. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ബൈബിൾ ടവർ 2007 നിർമ്മിച്ചത്. താഴെ കാണുന്നത് തൃശ്ശൂരിൻ്റെ പഴയ വാണിജ്യ കേന്ദ്രങ്ങളാണ്. നൂറ്റാണ്ട് പഴക്കമുള്ള കച്ചവട പീടികകൾ. ആ കെട്ടിടങ്ങൾക്ക് എത്രയോ തലമുറകളുടെ കച്ചവട പാരമ്പര്യം പറയാനുണ്ടാവും. വേറൊരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ തൃശ്ശൂരിൻ്റെ പ്രമുഖമായ സെൻറ് തോമസ് കോളേജ് കാണാം. അകലെ കാണുന്ന ഓടിട്ട കെട്ടിടം സെൻറ് തോമസ് കോളേജാണ്. അതിൻ്റെ പുതിയ ബ്ലോക്കുകളും കാണാം. മറ്റൊരു ഭാഗത്ത് ജൂബിലി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ കാണുന്നു. തൃശ്ശൂരിൻ്റെ കിഴക്കൻ ഭാഗമാണിത്. പീച്ചി ഡാമും അതിനപ്പുറത്തേക്കുള്ള പ്രദേശങ്ങളും നെല്ലിയാമ്പതയിലെ മലനിരകൾ വരെ ഇവിടെ നോക്കുമ്പോൾ ഏതാണ്ട് നിഴൽ രൂപം പോലെ അങ്ങകലെ കാണാം. പാലക്കാടൻ ചുരം എന്നറിയപ്പെടുന്ന സഹ്യപർവ്വതത്തിൻ്റെ ആ വിടവ് ഇവിടെ നിന്ന് അങ്ങ് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. നഗരം കിഴക്കോട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതും കാണാം. ഇവിടെ വെച്ച് ഏതാനും പെൺകുട്ടികളെ പരിചയപ്പെട്ടു. ഇവർ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥിനികളാണ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കൂട്ടുകാർ ഈ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് തൃശ്ശൂർ നഗരത്തെ ഒന്ന് കാണാൻ വന്നതാണ്. ഞങ്ങൾ ഗോപുരത്തിൽ നിന്ന് താഴെ ഇറങ്ങി. കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ജോയിയോട് യാത്ര പറഞ്ഞു. പുത്തൻപള്ളിയുടെ മുറ്റത്ത് നിന്ന് യാത്ര തുടരുകയാണ്. പള്ളിയുടെ വിവിധ കാര്യാലയങ്ങളാണ് ആ കാണുന്നത്. പള്ളിയുടെ പഴയ ഓഫീസും പള്ളിമേടയും ഒക്കെ ഇപ്പോഴും ആ പഴയ രൂപത്തിൽ തന്നെയുണ്ട്. ഹൈ റോഡ് എന്ന പാതയിലേക്ക് ഇറങ്ങി. ഇതാണ് തൃശ്ശൂർ ഹൈ റോഡ്. പണ്ടുകാലത്തെ പ്രധാന വാണിജ്യത്തിലുമായിരുന്നു ഇത്. ഈ തെരുവിൻ്റെ ഓരങ്ങളിലായിരുന്നു ഒരു കാലത്ത് തൃശ്ശൂരിൻ്റെ പ്രധാന വാണിജ്യ സ്ഥാപനങ്ങളും ചെറുകിട കച്ചവട പീടികകളും ഒക്കെ കേന്ദ്രീകരിച്ചിരുന്നത്.
ഈ തൃശ്ശൂരിലേക്ക് ക്രിസ്ത്യാനികൾ വരുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ശക്തൻ തമ്പുരാൻ ഇവിടേക്ക് ക്രിസ്ത്യൻ കച്ചവടക്കാരെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിന് ശേഷം തൃശ്ശൂരിൻ്റെ വാണിജ്യത്തെ ഒന്ന് നവീകരിക്കാൻ വേണ്ടി 1796 ശക്തൻ തമ്പുരാൻ ക്രിസ്ത്യൻ കച്ചവടക്കാരെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഒരിക്കൽ കൂടി പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ എത്തുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ മുന്നിലേക്കാണ്. അതിനകത്തേക്ക് വണ്ടി വിട്ടു. ഇതാണ് നമ്മുടെ കേരള സാഹിത്യത്തിൻ്റെ തറവാട്. 1957 ആരംഭിച്ച അക്കാദമി. ഈ സാഹിത്യ അക്കാദമിയുടെ മുമ്പിൽ ഒന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, വലിയൊരു രോമാഞ്ചം നമുക്കുണ്ടാവും. കാരണം നമ്മളറിയുന്ന, നമ്മൾ കേട്ടു വളർന്ന പ്രതിഭാശാലികളായ സാഹിത്യകാരന്മാരിൽ ബഹുഭൂരിപക്ഷം പേരും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഉത്തരവാദിത്വമുള്ള കസേരകളിൽ ഇരുന്നിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് നേടിയവരുണ്ട്, നിരവധിയായ അവാർഡുകൾ നേടിയവരുണ്ട്. അവരുടെ ഒരു തറവാടാണിത്. തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാകുന്നത് ഈ സാഹിത്യ അക്കാദമിയുടെ സ്ഥാനം കൊണ്ടുകൂടിയാണ്. യഥാർത്ഥത്തിൽ 1956 തന്നെ സാഹിത്യ അക്കാദമി തിരുക്കൊച്ചിയിൽ ആരംഭിച്ചിരുന്നു. സാഹിത്യ അക്കാദമിയുടെ സെൻട്രൽ ഹാളിലേക്കാണ് ഞാൻ ആദ്യം കയറി ചെന്നത്. സെൻട്രൽ ഹാളിൻ്റെ ചുവരുകളിൽ തകഴിയും കേശവദേവും പൊൻകുന്നം വർക്കിയും വൈക്കം മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ നിരവധി പ്രതിഭാശാലികൾ, NB മുഹമ്മദ്, പ്രൊഫസർ KM തരകൻ, പ്രൊഫസർ ഗുപ്തൻ നായർ, പുത്തേഴത്ത്, KP കേശവമേനോൻ എന്നിങ്ങനെ പലരും, എത്രയെത്ര പ്രതിഭാശാലികൾ. അവരെല്ലാം വന്നിരുന്നിട്ടുള്ള കസേരകളാണ് ഇവിടുത്തേത്. ഇത് പ്രൊഫസർ CP അബൂബക്കർ, ഇപ്പോഴത്തെ സെക്രട്ടറി ഇദ്ദേഹമാണ്. അദ്ദേഹം സ്വീകരിച്ചു, അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു. സാഹിത്യ അക്കാദമിയുടെ ആദരവുകൾ നേടിയ ആളുകളുടെ ലിസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവും. എത്രയെത്ര മഹാനുഭാവന്മാർ. അക്കാദമിയിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നെ അവിടുത്തെ പ്രധാന ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതേറെ ചരിത്രമുള്ളൊരു ഹാളാണ്, സാഹിത്യ അക്കാദമിയുടെ മെയിൻ ഹാൾ. ഈ വേദിയിൽ വെച്ചാണ് സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ എല്ലാ വർഷവും സമ്മാനിക്കപ്പെടുന്നത്. അതുകൂടാതെ നിരവധിയായ സമ്മേളനങ്ങളും നടക്കാറുണ്ട്. ചുവരുകളിൽ മുഴുവൻ മലയാള സാഹിത്യത്തിലെ തലയെടുപ്പുള്ള പ്രതിഭകളുടെ ചിത്രങ്ങളാണ്. VT-യും P കുഞ്ഞിരാമൻ നായരും മലയാറ്റൂരും EMS ഉൾപ്പെടെ എത്രയെത്ര പേർ. ഈ വേദിയിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് ചെറിയൊരു നൊസ്റ്റാൾജിയുണ്ട്. 2012-13 യാത്രാവിവരണത്തിനുള്ള സാഹിത്യ അക്കാദമി അവാർഡ് എൻ്റെ ബാൾട്ടിക് ഡയറി എന്ന പുസ്തകത്തിനായിരുന്നു. ആ അവാർഡ് ഞാൻ ഈ വേദിയിൽ നിന്നാണ് ഏറ്റുവാങ്ങിയത്. ആ ഓർമ്മകളിലൂടെ സഞ്ചരിച്ച് തിരിച്ച് സാഹിത്യ അക്കാദമിയുടെ മുന്നിലേക്കെത്തി. പാരമ്പര്യം വിളിച്ചോതുന്ന സുന്ദരമായ കെട്ടിടം, കേരളീയ തനിമയുള്ള കെട്ടിടം ഇന്നും ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നതിനെ അഭിനന്ദിക്കേണ്ടതുണ്ട്. അതിനോട് ചേർന്നൊരു പുതിയ നിർമ്മിതി, അതിലാണ് അക്കാദമിയുടെ പോർട്രേറ്റ് ഗാലറിയും മറ്റുള്ളത്. മലയാള സാഹിത്യത്തിലെ പ്രഗത്ഭരായ 200-ലേറെ എഴുത്തുകാരുടെ വലിയ ഛായാചിത്രങ്ങൾ ഗാലറി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 2002 ഈ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം. ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര തുടരുകയാണ്. ഇനി വരുന്ന ഏതെങ്കിലും ഭരണാധികാരികൾക്ക് ഈ പഴയ മന്ദിരം പൊളിച്ചു കളഞ്ഞ് ഒരു കോൺക്രീറ്റ് സൗധം പണിയണമെന്ന ദുഷ്ചിന്ത ഉണ്ടാവരുതേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് യാത്ര തുടരുന്നത്. തൃശ്ശൂർ നഗരത്തിൻ്റെ മധ്യത്തിലുള്ള ഈ അങ്കണത്തിൽ എത്രയോ സാഹിത്യകാരന്മാരുടെ ശ്വാസവും ഓർമ്മകളും തങ്ങി നിൽക്കുന്നുണ്ട്. അക്കാദമിയുടെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് രാഗം തിയേറ്ററിൻ്റെ മുന്നിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഇനി നഗരത്തിന് പുറത്തുള്ള ഒരു കാഴ്ചയിലേക്കാണ് പോകേണ്ടത്. ശ്രീജിത്തിനോട് അങ്ങോട്ട് വണ്ടി വിട്ടോളാൻ പറഞ്ഞു. കൂർക്കഞ്ചേരി എന്ന സ്ഥലത്തേക്കാണ് ഇനി യാത്ര. അവിടെ ചില വിശേഷങ്ങളുണ്ട്. കൂർക്കഞ്ചേരിയിൽ നിന്ന് കുറച്ച് ഗ്രാമങ്ങളിലേക്കും പോകണം, ഉൾനാടുകളിലേക്ക്. അതിനൊരു കാരണമുണ്ട്. തൃശ്ശൂർ അറിയപ്പെടുന്നത് സ്വർണത്തിൻ്റെ ഒരു കേന്ദ്രം എന്ന നിലയിൽ കൂടിയാണ്. സ്വർണ്ണപ്പണിക്കാരുടെ ഒരു കേന്ദ്രം. സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്ന നിരവധി യൂണിറ്റുകളുള്ളൊരു പ്രദേശമാണിത്. കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ സ്വർണ്ണക്കടകളിലേക്കും കേരളത്തിന് പുറത്തുള്ള കടകളിലേക്കും സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന നിരവധി സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്വർണ്ണാഭരണ നിർമ്മാണ യൂണിറ്റ് കാണാനാണ് ഇനി ആദ്യം പോകുന്നത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാപനമാണത്. തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ ഇത്തരം ചില പ്രവർത്തനങ്ങളിലൂടെ കാണാതെ നമ്മൾ പോകരുത്. ജോസഫ് ചേട്ടൻ്റെ സ്ഥാപനത്തിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോഴേ ഒരു കൊച്ചുമോൾ പൂക്കളുമായി വന്ന് സ്വീകരിച്ചു. ജോസഫ് ചേട്ടൻ്റെ കൂടെ ഓഫീസിലേക്ക് നടന്നു. ജോസഫ് ചേട്ടനും അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളും ചേർന്നാണ് ഈ സ്ഥാപനത്തെ നയിക്കുന്നത്. ഇതാണ് സെൻറ്റ് ആൻ്റണീസ് ജ്വല്ലറി വർക്ക്സ്. ഇത് അദ്ദേഹത്തിൻ്റെ ജനറൽ മാനേജറാണ്. ഫാക്ടറി കാണുന്നതിന് മുമ്പ് ജോസഫ് ചേട്ടൻ്റെ ഓഫീസിലേക്ക് ചെന്ന് അദ്ദേഹവുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ജോസഫ് തോമസ് എന്ന ജോസഫ് ചേട്ടൻ. ജോസഫ് ചേട്ടൻ സ്വർണ്ണ ബിസിനസിൻ്റെ കഥകൾ പറയുകയാണ്. ഇവിടെ പരമ്പരാഗതമായിട്ട് കേരളത്തിലെ ഒരു ജ്വല്ലറിയുടെ ഒരു ഹബ്ബായിരുന്നു
ഇപ്പോഴും അത് തന്നെയാണ്. പ്രത്യേകിച്ച് 1991 നമ്മുടെ കോയമ്പത്തൂർ എക്സ്പോഷൻ കഴിഞ്ഞ ശേഷം ജ്വല്ലറി ഏരിയ കൂടുതലും കുറച്ചും കൂടി ഇതായി, അവിടെയൊക്കെ ഉണ്ടായിരുന്ന മൈഗ്രേറ്റഡ് ചെയ്തിരുന്ന കാരിയേഴ്സ് തിരിച്ച് ഇവിടെ സെറ്റിൽ ചെയ്തു. ഇപ്പോഴത്തെ ഇവിടുത്തെ ബിസിനസിന്റെ സ്ഥിതിയെക്കുറിച്ചും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം അതെല്ലാം കാലങ്ങൾ കൊണ്ട് അത് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു 10,000-15,000 പേരിലേക്ക് ആ വർക്ക് കുറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ചുറ്റുമുള്ള എല്ലാ വീടുകളിലും നേരിട്ട് ഈ വർക്കിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു ഗോൾഡ് സ്മിത്തിൻ്റെ ഒരു കോട്ടേജ് അല്ലെങ്കിൽ ആ വീട്ടിൽ വെച്ച് നടന്നൊരു വർക്കിനെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ വീടുകളും ഇവിടെ ജോലി ചെയ്യുന്ന 50% മലയാളികളും തമിഴന്മാരുമാണ്. 50% മലയാളികളും തമിഴിയൻസും ബാക്കിയുള്ളവരും മൈഗ്രേറ്റഡ് എംപ്ലോയീസാണ്. ബാക്കിയുള്ളവർ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നവരാണ്. കൽക്കട്ട ആൻഡ് ബീഹാർ. കേരളത്തിലെ സ്വർണ്ണക്കടകൾക്ക് വേണ്ടിയല്ല ഇവർ വർക്ക് ചെയ്യുന്നത്. ജ്വല്ലറി ബ്രാൻഡായിട്ടുള്ള തനിഷ്കിൻ്റെ ജോബ് വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. എക്സ്ക്ലൂസീവ്ലി ഞങ്ങൾ തനിഷ്കിൻ്റെ ഡെഡിക്കേറ്റഡ് വെണ്ടറാണ്. അപ്പം അതിലുള്ള ഡിസൈൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. കാരിഗേഴ്സിൻ്റെ അല്ലെങ്കിൽ അവരിൽ കൂടി ഞങ്ങളുടെ ഡിസൈനേഴ്സ് കൊടുക്കുന്ന ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നത് കമ്പനിയുടെ ഡിസൈനേഴ്സ് അപ്രൂവ് ചെയ്ത് ജോബ് വർക്കിന് വേണ്ടിയിട്ടുള്ള ഗോൾഡ് അവരുടേതായിട്ടുള്ള ഫാക്ടറിയിൽ അലോയ് ചെയ്യുന്ന ഗോൾഡാണ് ഞങ്ങൾക്ക് തരുന്നത്. ഈ വ്യവസായത്തിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കായിക താരമായിരുന്നു. സ്പോർട്സ് അതോറിറ്റിയുടെ ഒരു ബാസ്കറ്റ്ബോൾ കോച്ചുമായിരുന്നു അദ്ദേഹം ദീർഘകാലം. പിന്നീടാണ് അദ്ദേഹം ഈ സ്വർണ്ണ വ്യവസായത്തിലേക്ക് കടക്കുന്നത്. പിന്നെ VRS എടുത്തു. സ്വർണ്ണാഭരണ നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ജോസഫേട്ടൻ ഫാക്ടറിക്കുള്ളിലേക്ക് എന്നെ നയിച്ചു. ഇതൊരു ചെറുകിട പരിപാടിയൊന്നുമല്ല. ആദ്യ ഘട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ ജോസഫേട്ടൻ്റെ മകൻ ജോയലുണ്ട്. ഇത് സ്വർണത്തിൻ്റെ ചെറിയ ബാറുകളാണ്. ഇവിടെ നിന്നാണ് പണി തുടങ്ങുന്നത്. ബാറിനെ നീട്ടുകയും പരത്തുകയും ഒക്കെ ചെയ്യുന്ന ഉപകരണങ്ങളുള്ള ഭാഗം. ഭീകരമായ ചൂടിനെ പോലും പ്രതിരോധിക്കുന്ന ഈ ക്രൂസിബിളിനകത്താണ് സ്വർണം മെൽറ്റ് ചെയ്യുന്നത്. ഇത് സ്വർണത്തിൻ്റെ ബാറുകളും ആഭരണ നിർമ്മാണത്തിന് ശേഷം ബാക്കി വരുന്ന സ്വർണ്ണ തരികളും ഒക്കെ മെൽറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. അതിനെല്ലാം ആധുനിക സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനമെന്ന് ജോയൽ വിവരിച്ചു തന്നു. സ്വർണത്തിൻ്റെ സ്ക്രാപ്പും ബാറും എല്ലാം ഇതിനകത്തിട്ട് 970 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി കഴിയുമ്പോഴേക്കും അത് മെൽറ്റാവും. ചൂടിനെ ചെറുക്കാൻ ശേഷിയുള്ളൊരു അച്ചിലേക്ക് അത് ഒഴിക്കും. സ്വർണത്തിൻ്റെ ലിക്വിഡാണിത്. അത് അച്ചിലേക്ക് പകർന്നു. സ്വർണത്തേക്കാൾ ഭംഗിയുണ്ട് ഈ സ്വർണത്തിൻ്റെ ദ്രാവകത്തിന്. മിച്ചമുള്ളത് വേറൊരു പാത്രത്തിലേക്ക് പൊട്ടിയിട്ടു. കുറച്ച് സമയം കഴിഞ്ഞു. സ്വർണം ഏകദേശം തണുത്തു. വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുമ്പോഴേക്കും സ്വർണത്തിൻ്റെ ഒരു നീളൻ ബാറായിട്ടത് മാറി. ഇങ്ങനെ ബാറുണ്ടാക്കാൻ സ്ക്രാപ്പൊക്കെ ഉപയോഗിക്കും. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ സ്വർണം തന്നെയാണ്. സ്വർണത്തിൻ്റെ പാളിയിൽ നിന്ന് ആഭരണങ്ങൾക്ക് വേണ്ടി മുറിച്ചെടുത്തതിൻ്റെ മിച്ചമുള്ളതും ചെറിയ കഷ്ണങ്ങളും ഒക്കെയാണത്. ബാറ് റെഡിയായി കഴിഞ്ഞു. നിർമ്മിച്ച ബാറിനെ ഒരു മെഷീനിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നേർത്ത സ്ട്രിപ്പുകളാക്കി മാറ്റും. ഓരോ ആഭരണത്തിൻ്റെയും ഓരോ കമ്പോണൻറ്റിനും എത്രയാണോ കനം വേണ്ടത് അതേ കനത്തിലുള്ള സ്ട്രിപ്പുകൾ തയ്യാറാക്കുക ഇവിടെയാണ്. തുടർന്ന് ആ സ്ട്രിപ്പിൽ നിന്ന് മറ്റൊരു മെഷീനിൽ ചെറിയ ചെറിയ കമ്പോണൻസ് ആക്കിയെടുക്കും. ഇത്തരം ഒരു മെഷീനിൽ പലതരം ഡൈകൾ ഇടാം. മെഷീനിലൂടെ കടത്തിവിടുമ്പോൾ സ്വർണത്തിൻ്റെ സ്ട്രിപ്പിൽ നിന്ന് ഇത്തരം തരികൾ കട്ട് ചെയ്ത് കിട്ടും. ആ തരികൾ കമ്പോണൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു തരി പോലും നഷ്ടപ്പെടാൻ പാടില്ല. ഈ കഷ്ണങ്ങളെ വെൽഡ് ചെയ്ത് യോജിപ്പിച്ചാണ് മാല, കമ്മൽ, മറ്റാഭരണങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാക്കുന്നത്. ആ കഷ്ണങ്ങൾ യോജിപ്പിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള നെക്ലേസ് ആയിട്ടല്ല അത് മാറുന്നു. കമ്പോണൻസിനെ കൂട്ടി വെൽഡ് ചെയ്യാനുള്ള സ്വർണ്ണ കമ്പികളാണിത്. ഇങ്ങനെ ഒരു ലിസ്റ്റോട് കൂടി കമ്പോണൻസും വെൽഡ് ചെയ്യാനുള്ള സ്വർണ്ണക്കമ്പികളും മറ്റു വസ്തുക്കളും എല്ലാം കൃത്യമായി തൂക്കി ഓരോ യൂണിറ്റിലേക്കും കൊടുക്കും. എല്ലാം കൃത്യമായി അളന്നാണ് കൊടുക്കുക. കാരണം ഓരോ തരിക്കും വലിയ വിലയാണ്. ആകെ കൊടുത്ത തൂക്കത്തിന് തുല്യമായ ആഭരണവും സ്ക്രാപ്പും ഓരോ പണിക്കാരനും പണി കഴിഞ്ഞ് തിരിച്ചു തരണം. ഈ കെട്ടിടത്തിൻ്റെ തന്നെ അടുത്ത നിലയിൽ മുഴുവൻ ജോലിക്കാരിരുന്ന് പണിയെടുക്കുകയാണ്. പല നിലകളിലായി 100 കണക്കിന് ജോലിക്കാർ. ഒന്നാന്തരം ക്രാഫ്റ്റ്സ്മാൻമാരാണ് ഇവരെല്ലാം. നമ്മൾ താഴെ കണ്ട ചെറിയ ചെറിയ കമ്പോണൻസിനെ എല്ലാം വെൽഡ് ചെയ്ത് ആഭരണങ്ങളാക്കുന്ന സൂക്ഷ്മമായ ജോലിയാണ് ഇവർ ചെയ്യുന്നത്. വളച്ചെടുത്ത ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട്. ആ കഷ്ണങ്ങളെ ആവശ്യമായ വിധം വീണ്ടും ഒന്ന് വളച്ച് ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ച് ജോയിൻ ചെയ്ത് മാലയാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിസൂക്ഷ്മമായ ജോലി. ഇങ്ങനെ ചേർത്ത് വെച്ച ശേഷം ഇതിൽ ചെറിയ വെൽഡിങ് കൂടി നടത്തും. ആദ്യം ഇങ്ങനെ ക്ലിപ്പുകളാക്കി ഓരോരോ ക്ലിപ്പുകൾ ജോയിൻ ചെയ്ത് ആഭരണത്തിൻ്റെ രൂപത്തിലാക്കും. വളരെ സൂക്ഷ്മത ആവശ്യമുള്ള ജോലിയായത്. ഏറെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ജോലി തന്നെയല്ല,
ഇതിനകത്തെ ഓരോ തരിക്കും ആയിരങ്ങളാണ് വിലയെന്ന് ഓർക്കണം. ചെറിയൊരു തരി പോലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഇവിടെ കട്ട് ചെയ്യുമ്പോഴും രാകുമ്പോഴും മിനുക്കുമ്പോഴും എല്ലാം സ്വർണം നഷ്ടപ്പെടുന്നുണ്ട്. അത് ഈ അന്തരീക്ഷത്തിലും നിലത്തും ഇവരുടെ വസ്ത്രങ്ങളിലും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വൈകുന്നേരം പോകുമ്പോൾ ഇവരുടെ വസ്ത്രം ഉൾപ്പെടെ വാങ്ങി ഇവിടെ വെച്ച് പിന്നീട് കഴുകി അതിലെ സ്വർണം വേർതിരിച്ചെടുക്കും. സ്വർണം വാങ്ങുമ്പോൾ പണിക്കുറവ് നമ്മൾ നൽകുന്നത് ഈ നഷ്ടത്തിൻ്റെ പേരിലാണ്. കമ്പോണൻസ് എല്ലാം ചേർത്ത് മാലയാക്കിയതിന് ശേഷം സ്വർണത്തിൻ്റെ ചെറിയ കമ്പി ചേർത്ത് അതിനെ വെൽഡ് ചെയ്യുകയാണ്. വെൽഡിങ്ങും കഴിഞ്ഞ് പോളിഷ് ചെയ്യുന്നതോടെ മാല ഇങ്ങനെ ഇരിക്കും. ഓരോ കമ്പോണൻസിനെ ഇങ്ങനെ ആഭരണങ്ങളാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഈ ഫ്ലോറിൽ പ്രധാനമായിട്ടും നടക്കുന്നത്. മറ്റു ചില കഷ്ണങ്ങൾ ഇങ്ങനെയുള്ളതാണ്. ഒരു മാലയുടെ കമ്പോണൻസ് ആണിത്. വ്യത്യസ്തമായ ഒരു ഡിസൈൻ, ഇനാമൽ ചെയ്ത കമ്പോണൻസ്. കമ്മലുണ്ടാക്കുന്ന പ്രോസസ്സാണ് ഇവിടെ. വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട പണികളാണ് ഓരോന്നും. ഒരു കമ്മലിൻ്റെ ഞാത്ത് നിർമ്മിക്കുന്ന പ്രവർത്തനത്തിലാണ് ഇദ്ദേഹം. സ്വർണത്തിൻ്റെ പണിയെന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലെത്തുന്ന ചിത്രം നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ഉമിക്കരിയിൽ തീ ഊതി ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ചിത്രമായിരിക്കും. ഇവിടെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഒരു IT കമ്പനിയിൽ ആളുകളിരുന്ന് ജോലി ചെയ്യുന്ന പോലെയാണ് ആളുകൾ ജോസഫേട്ടൻ്റെ ഈ ഫാക്ടറിയിൽ ഇരുന്ന് പണിയെടുക്കുന്നത്. 100 കണക്കിന് ആളുകൾ, നല്ല എയർ കണ്ടീഷൻഡായ ആംബിയൻസ്, അതിഗംഭീരമായ ഫെസിലിറ്റികൾ. അവിടെ ഇരുന്ന് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു. പ്രൊഫഷണലുകളായിട്ട് ഒരേ സമയം എത്രയോ ആഭരണങ്ങളുടെ പണിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമ്മുടെ പരമ്പരാഗത ശൈലിയിലുള്ള ഒരു മാലയുടെ നിർമ്മാണമാണ് നടക്കുന്നത്. അതിൻ്റെയൊക്കെ ഡിസൈൻ കൊടുക്കും. അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മാറേണ്ടത്. കല്ലുകൾ വെച്ച നെക്ലേസും കമ്മലും. ഇതൊക്കെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾക്ക് വേണ്ടി ഇവരുണ്ടാക്കുന്നതാണെന്ന് കൂടെ നമ്മൾ ഓർക്കണം. വളരെ ശ്രദ്ധയും അത്രയേറെ പെർഫെക്ഷനും ആവശ്യമുള്ളതാണ് ഓരോന്നും. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലുള്ള ക്വാളിറ്റി ചെക്ക് വരെ നിർബന്ധമാണ്. അതിനുള്ള വിദഗ്ധരുമുണ്ട് ഇവിടെ. ഓരോ മാലയെടുത്ത് അതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കുന്നു. കാരണം തനിഷ്ക് പോലുള്ള വമ്പൻ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരാഭരണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓരോ ജോയിൻറ്റും ഓരോ കമ്പോണൻസും പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വേറൊരു ഭാഗത്ത് ഉണ്ടാക്കിയ ആഭരണം പോളിഷ് ചെയ്യുകയാണ്. പല ലെവലിലുള്ള പോളിഷിംഗ് ഉണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പോളിഷിംഗാണ്. പല നിലകളിലായിട്ടാണ് ജോസഫേട്ടൻ്റെ സ്ഥാപനം. പുറത്തുനിന്ന് കണ്ടപ്പോൾ ചെറിയൊരു കെട്ടിടം പോലെ തോന്നിയെങ്കിലും അകം അതിവിശാലമായൊരു ഫാക്ടറി തന്നെയാണ്. ഡയമണ്ട് കട്ടിംഗ് ജോലിയാണ് ഈ സെക്ഷനിൽ നടക്കുന്നത്. അതായത് സ്വർണ്ണാഭരണം ഹൈ RPM കറങ്ങുന്ന ഡയമണ്ട് കട്ടർ മെഷീനിൽ വെച്ച് മിനുസം കൂട്ടുന്നു. മറ്റൊരു രീതിയിലുള്ള പോളിഷിംഗ് പ്രോസസ്സ് തന്നെ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരികയാണ്. ഡയമണ്ട് കട്ടിങ് നടത്തുമ്പോഴും സ്വർണം ചെതറിപ്പോകുന്നുണ്ട്. സ്വർണത്തിൻ്റെ പൊടി അതും ശേഖരിക്കും. അതായത് 1 ടൺ സ്വർണത്തിൻ്റെ പണി നടക്കുമ്പോൾ 2-3 കിലോ സ്വർണം വേസ്റ്റായിട്ട് പോകും. കണ്ടില്ലേ, സ്വർണത്തിൻ്റെ പൊടിയാണ് ഈ കിടക്കുന്നത്. ഒരു വളയിലാണ് ഇപ്പോൾ ഡയമണ്ട് കട്ടിങ് നടത്തുന്നത്. വളകളിൽ മാത്രമല്ല, എല്ലാത്തരം ആഭരണങ്ങളിലും ഡയമണ്ട് കട്ടിങ്ങും പോളിഷിങ്ങും നടക്കുന്നുണ്ട്. അതിനുള്ള പ്രത്യേക സ്ഥലമാണിത്. ഈ കട്ടിങ്ങും പോളിഷിങ്ങും കഴിയുമ്പോഴാണ് ആഭരണത്തിലൊരു പ്രത്യേക തിളക്കവും ചില ഡിസൈനുകളും ഒക്കെ രൂപം കൊള്ളുന്നത്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പോകുന്ന സ്വർണത്തിൻ്റെ പൊടിയാണിത്. താഴെയുള്ള ട്രേക്കകത്ത് കിട്ടിയതാണ് ഇത്രയും. സ്വർണ്ണപ്പൊടി പറന്ന് ഈ മുറിക്കകത്തെല്ലാം വ്യാപിക്കുന്നുമുണ്ട്. ഇങ്ങനെ തിരിച്ചു കിട്ടുന്നതല്ലാതെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന 2 കിലോ സ്വർണം വരെ ഓരോ ടൺ സ്വർണത്തിനുണ്ടെന്നാണ് ജോയൽ പറയുന്നത്. അങ്ങനെ പല പല സെക്ഷനുകളായി നിരവധി ജോലിക്കാർ ജോലി ചെയ്യുന്ന വലിയൊരു ഫാക്ടറി തന്നെയാണ് ഈ സ്ഥാപനം. കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഇവിടുത്തെ ക്വാളിറ്റി ചെക്കിങ്ങിൻ്റെ എല്ലാ വിഭാഗവും. നിരവധി എക്സ്പേർട്സ് ഇരുന്ന് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു. ഇത് ആഭരണങ്ങളുടെ ബാർകോഡ് സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. തൂക്കിയും സൂക്ഷ്മമായി പരിശോധിച്ചും ഓരോ ആഭരണത്തിലും ബാർകോഡ് അറ്റാച്ച് ചെയ്യുന്ന ജോലി ഇവിടെ നടക്കുന്നു. ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ആഭരണത്തിനും ബാർകോഡ് ഉണ്ടാവും. ആ ബാർകോഡിൽ ആഭരണത്തെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ഉണ്ടാവും. അതോടുകൂടി അത് പാക്ക് ചെയ്ത് ഡെസ്പാച്ച് ചെയ്യാൻ റെഡിയാവുന്നു. ഓരോ ആഭരണത്തെ സംബന്ധിച്ച ഡോക്യുമെൻറ്റേഷനും പൂർത്തിയാക്കിയ ശേഷമാണ് ഫാക്ടറിക്കുള്ളിൽ നിന്ന് ഓരോ ആഭരണം പുറത്തേക്ക് പോകുന്നത്. ഞങ്ങൾ തിരിച്ച് ഓഫീസിലേക്ക് എത്തി. ജോസഫേട്ടൻ്റെ മൂത്ത മകൻ തോമസ് ഇവിടെയുണ്ട്. അദ്ദേഹം കൊച്ചി കേന്ദ്രീകരിച്ച് പുതിയ ചില ബ്രാൻഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. പരമ്പരാഗത സ്വർണ്ണാഭരണ നിർമ്മാണത്തിനുപരി ഇവരുടേതായ ചില ബ്രാൻഡുകൾ ലോകത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ട്രഡീഷണൽ കേരള ശൈലിയിലുള്ള ആഭരണങ്ങളെ ഇന്റർനാഷണൽ മാർക്കറ്റിന് അനുയോജ്യമായി റീഡിസൈൻ ചെയ്ത് അവതരിപ്പിക്കുന്ന പുതിയൊരു ബ്രാൻഡ് ആരംഭിക്കുക. ജോസഫ് ഏട്ടൻ്റെ അടുത്ത തലമുറ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു. തോമസും ജോയലും ചേർന്ന്
അവർ പുറത്തിറക്കാൻ പോകുന്ന പല ഡിസൈനുകളും എന്നെ കാണിച്ചു. കേരളത്തിൻ്റെ ട്രഡീഷൻസും ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുമുള്ള ആഭരണങ്ങൾ. ലോക വിപണിയാണ് ലക്ഷ്യം. പുതിയ ബ്രാൻഡിനായിട്ട് വലിയ പരീക്ഷണങ്ങൾ തന്നെ ഇവർ നടത്തുന്നുണ്ട്. സ്വർണ്ണാഭരണ നിർമ്മാണ രംഗത്ത് വലിയൊരു പാരമ്പര്യം തന്നെ ഇവർക്കുണ്ടല്ലോ. വളരെ വ്യക്തവും കൃത്യവുമായ ഒരു റോഡ് മാപ്പ് ഇവരുടെ പുതിയ പ്രസ്ഥാനത്തിന് വേണ്ടി അവർ ഒരുക്കിയിട്ടുണ്ട്. അതെൻ്റെ മുമ്പിൽ ഒന്ന് ഡെമോ ചെയ്ത് കാണിച്ചു. അമോറം എന്ന ബ്രാൻഡിൽ തോമസും ജോയലും ചേർന്ന് തുടങ്ങുന്ന സംരംഭത്തെ എനിക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടുത്തി. പിന്നെ ആ അപ്പനോടും മക്കളോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിലേക്ക് ചെന്ന് കയറി. ഇനി നഗരത്തിലേക്ക് മടങ്ങുകയാണ്. നമ്മൾ തൃശ്ശൂരിലെ ഹൈവേകളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഉൾനാടുകളിൽ കോടാനുകോടിയുടെ ഇത്തരം ജോലികൾ നടക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കാറില്ല. എത്രയോ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ തൃശ്ശൂർ ഉൾപ്പെടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ എത്രയോ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. വൈകുന്നേരം നമ്മൾ ഹോട്ടലിലേക്ക് എത്തി. ഇവിടെയാണ് ഇന്ന് രാത്രി എൻ്റെ താമസം. ഹോട്ടൽ പാർക്ക് ഇൻ ആൻഡ് സ്വീറ്റ്സ്. നഗരഹൃദയത്തിലുള്ള നല്ല ഹോട്ടലുകളിൽ ഒന്നാണിത്. റാഡിസൺ എന്ന ആഗോള ബ്രാൻഡിൻ്റെ ഭാഗമാണ് ഈ ഹോട്ടലും. 58 എക്സിക്യൂട്ടീവ് റൂംസും 8 സ്വീറ്റ് റൂംസും ഈ ഹോട്ടലിലുണ്ട്. 4ാം നിലയിലെ 15ാം നമ്പർ മുറിയാണ് എൻ്റേത്. ഞാൻ മുറിയിലേക്ക് കയറി. സുന്ദരമായൊരു മുറി. ഇന്ന് രാത്രി ഇവിടെയാണ് വിശ്രമം.